അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുറേ സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. സമയം തീരെ അനുകൂലമല്ലാത്തത് കൊണ്ടാണ്. 11 മണിക്ക് അലി അബ്ദുള്ള സാഹിബിൻ്റെ മകളെ നിക്കാഹാണ്. കല്യാണം കഴിക്കുന്നത് വയനാട്ടിലെ ഒരു ചെറ്റക്കുടിലിൽ ഇതുപോലെ പഠിച്ച് വളർന്ന് ഇപ്പോൾ മലേഷ്യൻ യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായി നുഐമാനാണ്. ഞാനിത് പറയുന്നത് ചെറിയ കുട്ടികൾക്കൊക്കെ ചെറുപ്പത്തിലെ നന്നായി പഠിച്ചാൽ എത്രയും വളരാൻ കഴിയും. ഇപ്പോൾ അഡ്വക്കേറ്റ് കരീമിൻ്റെ ശമ്പളം 45,000 രൂപയാണ്. കബീർ തങ്ങളുടെ ശമ്പളം ഏകദേശം 40,000 രൂപയാണ്. അതിൻ്റെ പുറമെ കബീർ തങ്ങൾ മറ്റ് സൈറ്റിലൂടെ ട്രാൻസ്ലേഷൻ മറ്റും നടത്തി US ഡോളർ വാങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ വേഷത്തിലും ഈ സ്വഭാവത്തിലും നിന്നിട്ട് കുട്ടികൾ നന്നായി പഠിച്ചാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് എത്രയും വളരാൻ കഴിയും. ഒരു വലിയ ബിൽഡിംഗ് ഉണ്ടാക്കണമെങ്കിൽ ആദ്യം വേണ്ടത് വലിയ ഫൗണ്ടേഷനാണ്. ഇപ്പോൾ ഇതുപോലത്തെ ഒരു പള്ളി ഉണ്ടാക്കാൻ ഉദ്ദേശിച്ച് നമ്മൾ ആ ഷെഡ് നമ്മൾ ഉദ്ദേശിച്ചാൽ കഴിയുമോ? നിങ്ങളിവിടെ പള്ളിൻ്റെ അപ്പം നിങ്ങൾ കണ്ടില്ലേ, അവിടുത്തെ ആ തറ എത്രയാണ് ഭൂമിൻ്റെ അടിയിലേക്ക് കുഴിച്ചത്, എത്രയാണ് സിമൻറ്റ് കൊണ്ട് ഒഴിക്കുന്നത്, ആ കമ്പിൻ്റെ വണ്ണം എത്രയാണ്, എത്ര അടുത്ത് എത്ര കമ്പികളാണ് ആ വെക്കുന്നത്. എന്തുകൊണ്ടാണ്? അത് അത്രയും ഹൈറ്റിലുള്ള ഓഡിറ്റോറിയമാണ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് വലിയ സ്വപ്നങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ. ഞാനിപ്പോൾ ഇവിടെ കടയിൽ ചെന്നപ്പോൾ ഇബ്രാഹിം ബാക്കുവിൻ്റെ ഒരു നാട്ടുകാരൻ ഒരു തുണി കൊടുത്ത് കുപ്പായം കഴിച്ചിട്ട് വെറ്റിലാടയ്ക്ക് മുറുക്കി ഇങ്ങനെ വരുന്നുണ്ടപ്പോൾ ഞാൻ പറയാം, അപ്പോൾ ഒന്ന് വീഡിയോ എടുക്കണം. ഇതാണ് മലപ്പുറത്തിൻ്റെ പഴയ സംസ്കാരം. ആ നല്ല ചടങ്ങിൽ നല്ല മുഹൂർത്തത്തിൽ ഒരു മനുഷ്യൻ വരുന്നുണ്ട്. കണ്ടപ്പം ബാക്കുവിൻ്റെ നാട്ടുകാരനാണ്. ഇതിപ്പോൾ ഒന്നേ ഉള്ളൂ. ഞാൻ ഇവിടെ വരുന്ന സമയത്തോ 90% ഇങ്ങനെ തന്നെ ആയിരുന്നു. അപ്പം ഞങ്ങൾ അങ്ങനെ ആ ആളുകളെ കൂടെ നിൽക്കാനാണോ നിങ്ങൾ സ്വപ്നം കാണുന്നത്? ഞങ്ങൾ അങ്ങനെ തന്നെ അല്ല. നിങ്ങൾ സ്വപ്നം കാണുന്നത് മലേഷ്യ യൂണിവേഴ്സിറ്റി, എല്ലാ അസ്ഹർ യൂണിവേഴ്സിറ്റി, എല്ലാ അമേരിക്കയിൽ, എല്ലാ റഷ്യയിൽ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 കൊല്ലം മുമ്പ് ചന്ദ്രനും സൂര്യനും ഈ ഗാലക്സി ഒന്നല്ലല്ലോ, അതിൻ്റെ അപ്പുറത്തേക്ക് അർഷും കുർസിയിലേക്കും അല്ലാഹു തആല സിദ്റത്തുൽ മുൻതഹിലേക്ക് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉയർത്തിയെങ്കിൽ മനുഷ്യന് ഈ ഉയരങ്ങളിലൊക്കെ ഉയരണം എന്നാണല്ലോ പഠിപ്പിക്കുന്നത്. അലം നശ്റഹ് ലക സ്വദ്റക വവളഅന അൻക വിസ്റകല്ലദി അൻഖള ളഹ്റക. അപ്പം ആയതുകൊണ്ട് നമ്മൾ പഠിക്കുന്നത് മലപ്പുറത്തുകാരൻ്റെ കൂടെ നിൽക്കാനല്ല, കേരളക്കാരൻ്റെ കൂടെ നിൽക്കാനല്ല, ഇന്ത്യക്കാരൻ്റെ കൂടെ നിൽക്കാനല്ല, മറിച്ച് ഇന്റർനാഷണൽ ലീഡേഴ്സ് ഇരിക്കുന്ന ഇപ്പുറത്തെ കസേലയിൽ മഅദിൻ്റെ സന്നദ്ധി ഇരിക്കണം. ഇന്റർനാഷണൽ ലീഡേഴ്സ് ഇരിക്കുന്ന വേദിയിൽ മഅദിൻ സ്റ്റുഡൻറ്റ് പ്രസംഗിക്കണം. ആ സ്റ്റേജ് നിയന്ത്രിക്കാൻ മഅദിന് കഴിയണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നമുക്ക് ശ്രമിച്ചാൽ ഇപ്പം വരുന്ന 18-ാം തീയതി ഡൽഹിയിൽ വുമൺ എംപ്ലോയ്മെൻറ്റ് അസോസിയേഷൻ്റെ ഉദ്ഘാടനം കപിൽ സിബിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഹ്യൂമൻ റിസോഴ്സ് മന്ത്രി ഉദ്ഘാടനം ചെയ്യാണ്. അതിൽ 5 മിനിറ്റ് എനിക്ക് പ്രസംഗമാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ ആഴ്ച വരെ ഞാനത് സ്വപ്നത്തിൽ കണ്ടതല്ല. ഡൽഹിയിൽ ഇത്രയും വലിയൊരു മീറ്റിങ്ങിൽ ഞാൻ പ്രസംഗിക്കേണ്ടി വരുമെന്ന് കണ്ടതല്ല, സ്വപ്നത്തിൽ കണ്ടതല്ല. അടുത്ത ഫെബ്രുവരി 6 അല്ലാഹു തആല തൗഫീക്ക് ചെയ്തെങ്കിൽ മലേഷ്യയിൽ ഇന്റർ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ ഒരു സെമിനാറിൽ ഈ വിനോദം പ്രസംഗിക്കാൻ ഒരു പക്ഷേ വിസ ശരിയായാൽ ഫെബ്രുവരി 11 ലണ്ടനിലും പ്രസംഗിക്കേണ്ട അവസ്ഥയിലേക്ക്. സത്യത്തിൽ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഇങ്ങനെ ഞങ്ങൾക്ക് ഉപദേശം നൽകാനും പറയാനും ആരും ഉണ്ടായിരുന്നില്ല. സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് നിങ്ങൾക്ക് അൽഹംദുലില്ലാഹ് കോണികൾ പല ഭാഗത്തും വെച്ച് തരാൻ ഞങ്ങൾക്ക് കഴിയും. കയറ്റാൻ ഞങ്ങൾക്കൊണ്ട് കഴിയില്ല. കേരള നിങ്ങളുടെ ബാധ്യതയാണ്. അത് നിങ്ങളുടെ കയ്യും കാലും സ്വാധീനമില്ല എങ്കിൽ ഞങ്ങൾ വെച്ച കോണി വെറുതെയായി എന്നല്ലാതെ
സത്യത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഇങ്ങനെ ഇൻ്റർനാഷണൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുമായി MAU സൈൻ ചെയ്തു. നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് പോകുന്നത് നൗഫൽ. ഈ 2 കുട്ടികൾ എത്രമാത്രം ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മോട് ഞങ്ങൾക്കത് ശരിയാക്കി തരുമോ, ഈ MAU കൊണ്ട് എന്തു കിട്ടിയെന്ന് കുട്ടികൾ മനസ്സിലാക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ 2 കുട്ടികളെ അവിടത്തേക്ക് അയക്കാൻ. അവരായിരങ്ങളോ 10,000-ങ്ങളോ ലക്ഷങ്ങളോ കോടികളോ ചെലവഴിച്ചിട്ടല്ല, നമ്മുടെ സ്ഥാപനത്തിൻ്റെ അംഗീകാരം, ആ കെയർ ഓഫിലൂടെയാണ് അവർ പോകുന്നത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ നന്നായി പഠിച്ചാൽ നിങ്ങൾ ഏത് ഉയരങ്ങളിലേക്കും ഉയർത്താൻ, ഏത് അറ്റം വരെയും നിങ്ങളെ വളർത്താൻ മഅദിൻ മാനേജ്മെന്റ്, മഅദിൻ സ്ഥാപനം, ഈ ഉസ്താദുമാർ നിങ്ങൾക്ക് സന്നദ്ധരാണ്. അതുകൊണ്ട് തന്നെ പഠിക്കാൻ നിങ്ങൾ സന്നദ്ധരാവുക എന്ന് മാത്രം പറഞ്ഞ് എൻ്റെ സംസാരം ഉപസംഹരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് പേര് വെച്ചു. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇർഷാദ് മിർഷാദ് ഇൻഷാ അല്ലാഹ് അന്ന് പാന്നൂരിന്ന് അവിടുത്തെ സജീവ സുന്നത്തെ പ്രവർത്തകനുമാണ്. അസ്കർ അക്സർ ഇന്നാഴ്ത്തിനാക്കൽ കൗസർ അതിലുള്ള അക്സർ അല്ലേ? ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ് കിബീർ ഇവിടെ ഇൻഷാ അല്ലാഹ് ഒരു ദുആ. ഇൻഷാ അല്ലാഹ് അഡ്വക്കേറ്റ് കരീമിക്ക് കുറേ ആളുകൾ ഇപ്പം ഇന്നലെ ഞാനൊക്കെ കൂടെ ഉണ്ടായി. അപ്പോൾ കുറേ ആൾക്കാരോട് ചോദിക്കുക അറബി ഡിപ്പാർട്ട്മെൻറ്റിലല്ലേ എന്ന്. എന്തിലല്ലേ? അറബി ഡിപ്പാർട്ട്മെൻറ്റിൽ. ഈ തൊപ്പിയും ഈ കണ്ടാൽ ആൾക്കാർക്ക് വിശ്വാസമില്ല എന്തിനാണെന്നുള്ളത്. ഇംഗ്ലീഷിൽ സർ സയ്യിദ് കോളേജിൽ എന്തായിട്ട് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊഫസറായിട്ടാണ് എന്താകുന്നത്, ചാർജ് എടുക്കുന്നത്. അല്ലാഹു തആല ഇനിയും ഉയരങ്ങൾ അല്ലാഹു തആല ഉയരങ്ങളിലേക്ക് അല്ലാഹു തആല ഉയർത്തുമാറാവട്ടെ. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലില്ലാഹിൽ ഹംദ്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സൗദിയിലെ വലിയൊരു യൂണിവേഴ്സിറ്റിയിൽ 2 ലക്ഷം രൂപ ഏകദേശം ശമ്പളത്തിന് ഇൻ്റർവ്യൂ ഹാജർ. പക്ഷേ നല്ലൊരു ആരോഗ്യവും കൂടി അല്ലാഹു തആല നൽകുമാറാവട്ടെ. നല്ല തടിയും നല്ല ആരോഗ്യവും നല്ല ബോഡി അല്ലാഹു തആല നൽകുമാറാവട്ടെ. 2 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന അവസ്ഥയിലേക്ക് ഇന്ന് വരേണ്ടതായിരുന്നു. ആസ്ട്രേലിയയിൽ ഞാൻ അന്ന് കഴിഞ്ഞ കൊല്ലങ്ങൾക്ക് ആസ്ട്രേലിയൻ ഡോളർ കാണിച്ചിരുന്നല്ലോ. അദ്ദേഹം PG വരാൻ വേണ്ടി, പക്ഷെ പെങ്ങളെ മോളെ കല്യാണം ആയതുകൊണ്ട് പാവപ്പെട്ട ചെറ്റക്കുടിയിൽ ആരോരുമില്ലാതെ ദത്തുപുത്രായി മറ്റുള്ളവർ സഹായിച്ച് പഠിച്ചാണ്. അപ്പം ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ് ഞാൻ എൻ്റെ പെങ്ങളെ കല്യാണം ഇന്നലെ പോയിട്ട് ഞാൻ വരാം. ഞാൻ പറഞ്ഞത് ചെയ്യരുത്, വേഗം പെങ്ങൾ ധരിക്കും. ഇപ്പോൾ വളർന്നപ്പോഴേക്ക് ആങ്ങളെ പെങ്ങന്മാരെ മറന്നുപോയി എന്ന് ധരിച്ചു. ആ മറക്കൽ നമുക്ക് വേണ്ട. മറ്റൊരവസ്ഥ ഇന്നലെ വല്ലാതെ വിളിച്ചിട്ട് ഞാൻ എന്താണെങ്കിലും വരും. ഉസ്താദിനോട് എനിക്ക് സത്യത്തെ പറഞ്ഞ ആദ്യമായിട്ട് അവനെ പയ്യിൽ കാറ്റിയ ഞാനാ, ആദ്യമായിട്ട് അവനെ പഠിപ്പിക്കുന്നതിലേക്ക്. കാരണം അത്രമാത്രം വിഷമിക്കുന്നൊരവസ്ഥ. ഇന്ന് അൽഹംദുലില്ലാഹ് 3 ലക്ഷം രൂപയാണ് എവിടുന്ന് ശമ്പളം വാങ്ങുന്നത്. 3 വണ്ടിയാണ്, പാടം അടക്കം 3 വണ്ടിയാണ്. അപ്പോൾ ഞാനിതൊക്കെ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് നമ്മൾ നന്നായി പഠിക്കുക. പഠിക്കുന്ന സമയത്ത് പഠിക്കുന്ന ചിന്ത തന്നെ അത് 1-ാം സ്ഥാനം ദീനി ഇൽമിന് കൊടുക്കുക. മറ്റ് ചിന്തകളൊക്കെ നമ്മളാണ്ട് ഒഴിവാക്കുക. പഠിക്കുന്ന ചിന്ത അല്ലാത്ത മറ്റ് മോശം ചിന്തകളും മോശം സ്വഭാവങ്ങളും മോശം പ്രവർത്തനങ്ങളും നമ്മുടെ കൽബിൽ നിന്നങ്ങ് പിടിതെറിഞ്ഞ് നമ്മുടെ കൽബ് ശുദ്ധിയാക്കി പഠിക്കുക പഠിക്കുക പഠിക്കുക. പഠിക്കേണ്ടതെല്ലാം പഠിക്കുക, പഠിക്കുന്നതെല്ലാം നന്നായി പഠിക്കുക, പഠിക്കേണ്ട കാലത്ത് പഠിക്കുക. ഈ തത്വം റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാഹ്, വിജയികൾ പെടുത്തണേ അല്ലാഹ്, ഉന്നത സ്ഥാനത്ത് എത്തിക്കണേ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.